സഹൃദയരെ, സുഹൃത്തുക്കളെ, നമുക്ക് എപ്പോഴും പുരാണം തന്നെ പറയാനുള്ളൂ എന്നുള്ള വിചാരം വേണ്ട. അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഐതിഹ്യമാലയിലെ ചില ഐതിഹ്യങ്ങൾ പറഞ്ഞാലോ? സമയം പോകണമല്ലോ ഏതായാലും, അതുകൊണ്ട് അത് പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഐതിഹ്യം എല്ലാവരുടെ സമ്മതത്തോടെയും ചെമ്പകശ്ശേരി രാജാവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പണ്ട് 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 തെക്കുംകൂർ രാജ്യത്ത്, ഇപ്പോഴത്തെ തിരുവിതാംകൂറാണ് കേട്ടോ അത്, ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്നില്ല പേരായിട്ട് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു അത്രേ. എന്താ പേര്? പുളിക്കൽ ചെമ്പകശ്ശേരി. ആ നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ ആ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായിത്തീർന്നു. ഒരമ്മയും ഒരു ഉണ്ണിയും മാത്രം. ആ കുടുംബത്തിലേക്ക് സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയെ വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത്, അതാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ആയുധപാണികളും അന്യനാട്ടുകാരുമായ 500ഓളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു. അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മായ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു. 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കായികയാൽ അവർ അത്യന്തം പരവശന്മാരായി തീർന്നിരുന്നു. എന്നാലോ 1, 2, 5, 10 അല്ല 500 ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ഒരു ഇല്ലത്തുണ്ടാവുമോ? അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂരിമാരും കുളത്തിലിറങ്ങി മധ്യാഹ്നം കഴിച്ച് കയറിപ്പോകുന്നതായി കണ്ട് അവരടുക്കൽ ചെന്ന്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേക്കും 2-3 ദിവസമായി കുട്ടികളെ, എവിടെ നിന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് എന്ന്. നമ്പും വില്ലും കൈക്കലാക്കി വീരയോദ്ധാക്കളായാലും ശരി, ഭക്ഷണം ഒരു അയറിന്റെ കാര്യം വേറെ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചു. ചില ഉണ്ണി നമ്പൂരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ടൊന്നും മിണ്ടാതെ പോയി. ചിലർ തിരിഞ്ഞു നീതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരാതിരിക്കില്ല. അദ്ദേഹം ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണെന്ന് പറഞ്ഞു. ഇവർ ആ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല. അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ആയിരുന്നു. ഒന്നുമില്ലാതെ ദാരിദ്ര്യം പിടിച്ചൊരില്ലത്ത്. മറ്റേവര് ദ്വയാർത്ഥ പ്രയോഗം പോലെ പറഞ്ഞതായിരുന്നു അത്. ആ ഇല്ലത്തക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഭടന്മാരെ തന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ച് തന്റെ സഹപാഠികളിൽ ചിലരാണെന്നും താൻ ദരിദ്രനായിരിക്കുന്നത് കൊണ്ട് തന്റെ പേരിൽ അവർക്കുള്ള പുച്ഛം നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്ന് ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖമോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട്, നിങ്ങളിത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളും എല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം കേട്ടോ. വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാം. ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം, കാണാതെ പോയി കളയരുത് എന്ന് പറഞ്ഞു. ആ ഭടന്മാർ പുലിനഖമോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവയെല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏത് ഇല്ലത്തെയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏത് പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്തതിന്റെ ശേഷം അവർ വേഗത്തിൽ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച്, ഇനി അടിയങ്ങൾ എന്ത് വേണമെന്ന് കൽപ്പിക്കണം? കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ്. ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ്. ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിതം കഴിക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഭക്ഷണത്തിന്റെ ഒരു മഹത്വമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ട് ബ്രഹ്മചാരി, നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണത്തിനു തരുന്നതിനെന്നല്ല, എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിന് പോലും എൻ്റെ കൈവശം തറവാട്ടിലൊന്നുമില്ല. എനിക്ക് വേണ്ടത് കൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടി വരും പാവം. അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഉച്ചക്ക് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് പിന്നെ ഞാൻ പറയാം. നന്നായി, അസലായില്ലേ എന്ന് പറഞ്ഞു. ഉടനെ ആ ഭടന്മാർ കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരി വീണ്ടും ബന്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ഓരോ നമ്പൂരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയിടുവാൻ തുടങ്ങി.
ആലഹളയിൽ അവർ ചില ഇല്ലങ്ങളിൽ സർവസ്വവും അപഹരിച്ചു എന്ന് മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടി. പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കമ്പൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായ ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്ക് സ്വത്തില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്ത് താനും തന്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ല എന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു. രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തു കൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ഉണ്ണി വെട്ടിയാൽ എത്ര വെട്ടലെന്നാണ് രാജാവ് വിചാരിച്ചത്. എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം, അല്ലാത്തത് എനിക്ക് ഉറപ്പില്ലല്ലോ അല്ലാഞ്ഞാലെന്ന് അറിയിച്ചു. രാജാവ് ഇത് കേട്ട ഉടനെ തന്റെ മന്ത്രിയായ പൊതിയിടത്തിൽ ഉണ്ണിയാതിരിയെ വരുത്തി മേൽ പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ടെഴുതി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ടു രാജാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഇതിലെന്തോ ചതിയുണ്ടെന്നാണ് തമ്പുരാനെ തോന്നുന്നത് എന്ന് പറഞ്ഞു. ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് 3 അടി ഭൂമി കൊടുത്തില്ലേ പണ്ട് മഹാബലി, അദ്ദേഹത്തിന് പറ്റിയ പോലെ പറ്റിയേക്കും. ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട്. മന്ത്രി പറയണേന്ന് എന്നറിയിച്ചു. രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പം മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനെല്ലൂർ പടിഞ്ഞാറ്റം ഭാഗം എന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ടൊരു പ്രദക്ഷിണമായിട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലമല്ലേ എടുത്തോളാൻ പറഞ്ഞത്. തെക്കമ്പൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാള് കൊണ്ട് വെട്ടിയെടുത്ത ഊര് അകല ദേശത്തിന് ഉടവാളൂർ എന്ന പേരിടുകയും ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യം ഇത്ര പോരവാണെന്ന് വെച്ചാൽ അത്രയും ഉള്ള ആതിരി ഭാഗം മാത്രം വെട്ടി കാട് നടുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാലോ. ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്ന് തന്നെയാണ് പേര് വിളിച്ചു വരുന്നത്. കാലക്രമേണ അതിന് ഉടവാളൂര് പറ്റി കുടമാളൂരായി. പിന്നെ അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തന്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടെ ആക്കുകയും ചെയ്തു. ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്ത് കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി. അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി. ഭാഗ്യമുണ്ടാ കുട്ടിക്ക് അല്ലേ. അനന്തരം അദ്ദേഹത്തിന്റെ സമാവർത്തനം കഴിയുകയും ഇല്ലപ്പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂരി ചെമ്പകശ്ശേരി രാജാവായി തീർന്നു. അനന്തരന്തുണ്ടായി, ആ ഭടന്മാർ വേമ്പനാട്ടുകാരന്റെ പടിഞ്ഞാറക്കര വേമ്പനാട്ട് രാജാവിന്റെ അധീനത്തിൽ ഇരുന്ന അമ്പലപ്പുഴ നാട്ടുംപുറം ആ രാജാവിനെ ജയിച്ച് കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സ്ഥിര താമസവും രാജധാനിയും അവിടെയാക്കുകയും ചെയ്തു. അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്ന നാമവും ലഭിച്ചു. ചെമ്പകശ്ശേരി രാജാവായി തീർന്ന നമ്പൂതിരി പിന്നെന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. കുടിവെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ്. ചെമ്പകശ്ശേരി രാജാവിന്റെ ഭവനത്തിന് മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാൺമക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച് ഇല്ലങ്ങളിൽ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാൺമക്കാരായിരുന്നു. ഊരാൺമക്കാരായ നമ്പൂരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളക്കാരായ നമ്പൂരിമാർ കൂടി അദ്ദേഹത്തിന്റെ ഊരാൺമസ്ഥാനം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അദ്ദേഹത്തെ മേലാ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മതിലിന് പുറത്ത് മതിലിനോട് ചേർന്ന്
ഒരു മഠമുണ്ടായിരുന്നത് ശേഷമുള്ള നമ്പൂരിമാർ തീവെപ്പിച്ച് ഭസ്മമാക്കി കളയുകയും ചെയ്തു. ആ മഠമിരുന്ന പുരയിടത്ത് ഇന്ന് പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഊരാൺമക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടനിമിത്തം അമ്മക്ക് ദേഷ്യം വന്നു. കാലാന്തരത്തിൽ അദ്ദേഹത്തിന് പലവിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായി തുടങ്ങി. അതാണ് സമ്പാദ്യം സമ്പത്തും അധികം ഉണ്ടാകുമ്പം ഇങ്ങനെയൊക്കെ തോന്നും. അനർത്ഥഹേതു ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിന് കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തി ഉണ്ടാകുന്നതല്ലെന്നും പ്രശ്നക്കാർ വിധിക്കുകയാൽ തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്നെങ്കിലും അദ്ദേഹം മതിൽക്കകത്ത് കടക്കുന്നതിന് ഒരാൺമക്കാരായ നമ്പൂരിമാർ അനുവദിച്ചില്ല. ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരാൻ മതിൽക്ക് പുറത്തു നിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുചെന്നിരുന്ന ആനയെ ഒരു പൊന്നൻ തലയെ കെട്ടിച്ച് മതിൽക്കകത്തേക്ക് അഴിച്ചു വിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു. ആ തലയെ കെട്ടിരുന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ടത്രേ. വിഷുവിന് കണിവെക്കാനും ഉത്സവക്കാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുമുണ്ട്. അതിൽ ചെമ്പകശ്ശേരി വക എന്ന് പേര് വെട്ടിയിട്ടുമുണ്ട്. ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായി തീർന്ന മഹാന്റെ സീമന്തപുത്രനായിരുന്നു അമ്പലപ്പുഴ പൂരാടം പിറന്ന തമ്പുരാൻ എന്ന് പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീരമാനസൻ. അങ്ങനെ 4 or 5 തലമുറ കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി. ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിച്ചു. ആ തമ്പുരാട്ടി 10-15 കൊല്ലം മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ രാജാക്കന്മാര് മരിച്ചാൽ തീപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ അവിടെയുള്ളവർ വേലിയാംകോൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്ത് നിന്ന് ഇവിടെ ദത്ത് കയറിയവരും അവരുടെ സന്താനങ്ങളുമാണ് അമ്പലപ്പുഴ രാജാവിന്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചു പോരുന്നത്. ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്ത് ഭട്ടതിരിപ്പാടവറുകളാണ്. അങ്ങനെ ഈ ചെമ്പകശ്ശേരി രാജാവിന്റെ കഥ സജ്ജന സമക്ഷം സമർപ്പിച്ചു. നാളെ നമുക്ക് കോട്ടയത്ത് രാജാവിന്റെ കഥ പറയാം. ഓരോ ദിവസം ഓരോരാളുടെ കഥ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എത്രമാത്രം താല്പര്യം ഉണ്ടാവും എന്ന് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുക.